അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാർ എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു, എൻ്റെ അമ്മയാണ് എന്നെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നത്, ഫീസ് അടക്കാൻ ഒരു പൈസ ഇല്ലാതെ വന്നപ്പോൾ നിങ്ങളോട് കാര്യം പറഞ്ഞു, ഞാനാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ 3 കൊല്ലത്തെ ഫീസ് അടക്കേണ്ട മോൾ ഇവിടെ പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ 3 കൊല്ലം ഞാൻ ഇവിടെ പഠിച്ചു സാർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും ഞാനും കൂടി ഇന്ന ജില്ലയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ നല്ലൊരു പൊസിഷനിലൊരു ജോലി കിട്ടി. അപ്പോൾ ആദ്യത്തെ സാലറി കിട്ടിയ ദിവസം ഞാൻ നിങ്ങളെ ആലോചിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ട് വന്നതാണ്, അവിടെ നിങ്ങളെ കാണാതെ പോകാൻ പറ്റില്ല. ഞാൻ എന്നെക്കുറിച്ച് പറയല്ല, ഇതൊരു മഹല്ലുകാർ നടപ്പിലാക്കി കൊടുത്താൽ ഈ ഹൈന്ദവരായ കുട്ടികൾക്ക്, ഈ ക്രിസ്ത്യൻ മക്കൾക്ക് ഈ മഹല്ലിനോട് എത്ര ഒരു ഇഷ്ടമുണ്ടാകുന്നറിയോ? ഇതാണ് മഹല്ല്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മൾ ഈമാനികമായ ഉയർച്ച, ഇസ്ലാമികപരമായ ഉയർച്ച, ഇഹ്സാനിയായ ഉയർച്ച, സ്ത്രീകൾക്ക് ഖുർആന്റെ ക്ലാസ്സുകൾ കൊടുക്കൽ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ മഹല്ലിൻ്റെ ഭാഗമായി വിശാല കാഴ്ചപ്പാടോടുകൂടി ഇത് ചെയ്യണം. ഞാനും നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും കൂടി ഓസ്ട്രേലിയയിൽ ഒരു മഹല്ല്, ഇപ്പോൾ എല്ലായിടത്തും ഈ സാധനങ്ങളൊക്കെ കേട്ടോ, ഒരു മഹല്ലിൽ പോയപ്പോൾ ഓസ്ട്രേലിയയിൽ പള്ളിക്ക് ചുറ്റും 7 ടർഫുകളാണ്. ഞാൻ പറഞ്ഞതൊക്കെ പാടങ്ങൾ നടപ്പിലാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പള്ളിക്ക്, അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്, അദ്ദേഹം MP ആണല്ലോ, എന്നോട് പറഞ്ഞ സുലൈമാൻ സാബ്, ഇതേപോലെ ഒരു പള്ളി നമുക്ക് നമ്മളെ നാട്ടിലുണ്ടാക്കിയാലോ? ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പള്ളിക്ക് പോകണ ഒരു ടർഫിലും പോകണില്ല, ടർഫ് പോകണ ഒരു പള്ളിയിലും പോകണില്ല. നമസ്കാരം ഒരു വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്, ഹോസ്റ്റൽ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു നിസ്കാരത്തിന് നിങ്ങളെത്തി, ഒരു നിസ്കാരത്തിന് നിങ്ങൾ എന്താക്കി എത്തി. അവിടെ എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ, അവൻ മോശമാക്കേണ്ട കോളേജിലൊന്നും, കുറച്ച് കുട്ടികളോട് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഒരു നിസ്കാരത്തിന്. അപ്പോൾ എന്നോട് അവിടെ ഉള്ള ഭയങ്കര ദീനിയായ ഒരാളുണ്ട്, അതാണ് നിങ്ങളെന്താ ഒരു നിസ്കാരത്തിനെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. സൈക്കോളജിക്കലി അങ്ങനെ പറയേണ്ടി വരും. ഒറ്റ നിസ്കാരത്തിനും വരാത്ത കുട്ടിയോട് 5 ഒക്തങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങാൻ പറ്റില്ല. ആദ്യം 1 വരുന്നു, അത് 2 ആക്കുന്നു, 3 ആക്കുന്നു, 5 ആക്കുന്നു. പടിപടിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംറ് വരെ, അഥവാ മദ്യപാനം വരെ നിരോധിച്ചത് വിശുദ്ധ ഖുർആനിൽ മൻസൂഖായ ആയത്തുകളുണ്ട്. അത് ഉലമാക്കൾ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞത് കൺഫ്യൂഷനായി പോകും. നിങ്ങൾ നിസ്കാരത്തിൽ നിങ്ങൾ എന്താക്കണം, മദ്യം ഒഴിവാക്കണമെന്ന ആയത്ത് ഖുർആനിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം നിസ്കാരമല്ലാത്ത സമയത്ത് ഒഴിവാക്കണം എന്നുള്ള ആയത്ത് ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരിക്കൽ സമയത്ത് മദ്യപിക്കാൻ പാടില്ല എന്ന്. അല്ലാതെ ഒറ്റ ആയത്ത് കണ്ടുകൊണ്ട് നിസ്കാരത്തിൽ ഒഴിവാക്കണം എന്നുള്ളത് കണ്ടുകൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, വേറെ പോകാൻ പാടില്ല. ഇതുപോലും പട്ടിയായിട്ടാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ മഹല്ലിൽ എക്സ്ക്യൂസസ് ഉണ്ടാകണം. നമുക്ക് എക്സ്ക്യൂസസ്. ഒരു കുട്ടി മുടി ഭയങ്കരമായിട്ട് വളർത്തി, ആ കുട്ടി എങ്ങനെയോ ഇതായിട്ട് നടക്കുകയാണ്, ചിലപ്പോൾ അവൻ്റെ പാൻറ്റൊന്നും ശരിയല്ല, എങ്കിൽ പോലും അവൻ എന്താക്കണം, വളർത്തിക്കൊണ്ടുവരാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാക്കണം. അല്ലാതെ നിന്റെ മുടി എന്താ ഇങ്ങനെ, നിന്റെ അതെന്താ ഇങ്ങനെ, നിനക്ക് പെണ്ണ് കിട്ടൂല, പിന്നെ അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. കുട്ടികൾ പെണ്ണ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിസ്കരിക്കുന്ന ഒരു കുട്ടിയുടെ പിന്നിൽ പോയി നിങ്ങളൊന്ന് തോണ്ടി നിസ്കരിക്കുക. തോണ്ടലെല്ലാം ശരിയിട്ടോ, അവിടെ പോയി അവർക്ക് അറിയില്ല ചിലപ്പം തോണ്ടേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിൽക്കാന്നിട്ട് നമ്മൾ പിന്നോട്ട് നിൽക്കലാണ് അതിൻ്റെ വിധി ആണല്ലോ. പക്ഷെ നമ്മൾ തോണ്ടേണ്ടി വരും. ഞാൻ എപ്പോഴോ സംസാരിച്ചിട്ടുണ്ട് എവിടെയോ, ഒരു കുട്ടി മുടിയാകെ വളർത്തിയിട്ടുണ്ട്, പിന്നെ കാണുന്നുണ്ട്, അവൻ ഒറ്റക്ക് നിസ്കരിക്കാൻ, ഫിഖ്ഹിന്റെ മസാല പ്രകാരം അവൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനേ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൻ നിസ്കരിക്കണേ. പക്ഷെ ഞാൻ പോയിട്ട് എന്താക്കി, അവൻ ഇഷാറത്താക്കി, ഞാൻ അതിൻ്റെ പിന്നിൽ തുടർന്നു. അവൻ്റെ 2 റക്അത്ത് കഴിഞ്ഞ് അവൻ നിസ്കാരം വീട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 റക്അത്തും കൂടി തുടർന്നു. കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ എന്നെ കാത്തു നിൽക്കാൻ. എന്നിട്ട് ചോദിച്ചു, സാർ എൻ്റെ പിന്നിൽ നിസ്കരിച്ചോ? അവൻ ചോദിച്ചു, എന്താ നിസ്കരിച്ചാലോ? ഞാൻ എന്താ ജിന്നേറ്റാ, നിന്റെ പിന്നിൽ നിസ്കരിച്ചൂടെ എനിക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇമാമത്ത് നിൽക്കണം. എൻ്റെ പിന്നിൽ ഒരു മനുഷ്യനും വന്ന് നിസ്കരിക്കാറില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കോട്ടക്കലുള്ള നമ്മൾ പള്ളിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ആ കുട്ടി നിസ്കരിക്കാൻ വരാറുണ്ട്. അവൻ്റെ മുടി പഴയ കോലത്തിലല്ല, വേഷം പോലും പഴയ കോലത്തിലല്ല. നമ്മൾ കുട്ടികളോടുള്ള അപ്രോച്ച് അതായിരിക്കണം. നമ്മൾ തലയെക്കെട്ടും താടിയും വലിയ ജുബ്ബയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കുട്ടികളെ എങ്ങനെയാണ് എന്താക്കേണ്ടത് എന്ന് അടുപ്പിക്കേണ്ടത്. ഫറൂഖ് കോളേജിൽ പഠിച്ചിട്ടുള്ള അവിടുത്തെ KEN ശിഷ്യനായിട്ടുള്ള ഒരാൾ ഭയങ്കര എത്തീസ്റ്റായിട്ട് നമ്മളെ കോളേജിൽ വന്ന് PG പഠിക്കാൻ വേണ്ടിയിട്ട് ഫറൂഖ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ ആദ്യത്തെ ദിവസം ജുമാക്ക് വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സാറ് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് നീ വരാത്ത, ജുമാക്ക് വാന്ന് പറഞ്ഞു. എനിക്കറിയാം അവൻ കുറച്ചൊരു എത്തീസ്റ്റാണെന്ന്. പറഞ്ഞു, അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാർ എൻ്റെ പ്രവാചകൻ ചെഗുവേരയാണ്. ഇവിടെ എൻ്റെ പാർട്ടിക്കാരനെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അവൻ പറഞ്ഞ വാക്കിപ്പോൾ പറയാതെ നിവൃത്തിയില്ലല്ലോ. ഞാൻ പാർട്ടി പറഞ്ഞതല്ല, എൻ്റെ പ്രവാചകൻ ചെഗുവേരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ നീറിപ്പോ കഴിഞ്ഞിട്ടാണ് ജുമാക്ക് പോയത്. അവൻ ജുമാക്ക് വന്നില്ല. പിന്നീട് അവൻ കോഴ്സൊക്കെ കഴിഞ്ഞ് UK പോയി. ഞാൻ UK പരിപാടിക്ക് പോയപ്പോൾ അവൻ ഭയങ്കര ഉഷാറായിട്ടുള്ള ഇസ്ലാമായിട്ട് നടക്കണം. അപ്പോൾ ഇവിടുന്ന് കിട്ടാത്ത സാധനം ചിലപ്പോൾ അവിടുന്ന് കിട്ടിയെന്ന് വരും.
ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയെന്ന് വരും. എല്ലായിടത്തും വിശാലമായ ഇസ്ലാമുണ്ട്. ദയവ് ചെയ്തിട്ട് വർഗീയവാദം നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ മക്കളെ വാല്യൂസോടുകൂടി വളർത്താൻ ഒന്ന് നമ്മുടെ ഉള്ളിൽ ലിബറൽ പോളിസി വേണം. പക്ഷേ നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ള 50 കൊല്ലത്തേക്കെങ്കിലുമുള്ള ഒരു കാഴ്ചശക്തി നമുക്കുണ്ടാക്കണം. പണ്ടത്തെ കാലത്തൊക്കെ വ്യക്തികളുടെ പേര് ഞാൻ പറയില്ല, വ്യത്യസ്ത രാഷ്ട്രീയക്കാരിരിക്കുന്നതുകൊണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിരുന്നത് 70 കൊല്ലം കഴിഞ്ഞ് അപ്പുറത്തുള്ള സമുദായത്തിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ പാലത്തിനും റോഡിനും വേണ്ടിയിട്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ CH പോലെയുള്ള ആളുകൾ അവർ സംസാരിച്ചത് 70 കൊല്ലം കഴിഞ്ഞല്ല യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. കാരണം വിഷനറിയാണ്, കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മനുഷ്യരിൽ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാകും എന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതെന്ന്. ആദ്യം ഈ വാല്യൂസിലേക്ക് ആളുകളെ ചേർക്കണം. അള്ളാഹുവിലേക്കാണ് നമ്മൾ ആളുകളെ ചേർക്കേണ്ടത്. പ്രസ്ഥാനത്തിലേക്കല്ല, ഗ്രൂപ്പിലേക്കല്ല, വകുപ്പിലേക്കല്ല, മൗലാനമാരിലേക്കല്ല. നമ്മൾ ചേർക്കേണ്ടത് ദഅ സക്കരിയ, ദഅ യഹ്യ, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യജിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർ എത്ര നിസ്കരിച്ചു എന്ന്, എത്ര നോമ്പ് നോറ്റു എന്ന്, എത്ര ഹജ്ജ് ചെയ്തു എന്ന് ഒരു പ്രവാചകന്റെ കണക്കും വിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല. പക്ഷേ എല്ലാ പ്രവാചകന്മാരും ചെയ്ത ഒരു ജോലിയെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ പേര് ദഅവത്ത് എന്നാണ്. ഓരോ കുട്ടികളും ദായികളായി മാറുക എന്നതാണ്. അവിടെ നിങ്ങൾ ഗ്രൂപ്പായി തിരിക്കല്ലേ, അത് തബ്ലീഗിന്റെ പണിയാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പണിയാണ്, മുജാഹിദിന്റെ പണിയാണ്, സുന്നിയുടെ പണിയാണ്, ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് ആളുകളെ പ്രബോധനം ചെയ്യുക എന്നത്. ഇസ്ലാമിക